ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ആവേശം കൊള്ളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെ അഹ്ലാൻ മോദി സമ്മേളനത്തിന് ശേഷം അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം മോദി നാടിന് സമർപ്പിച്ചിരിക്കുന്നു. മൂന്നാം ടേമിൽ ഇന്ത്യയെ രാജ്യത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന ഗ്യാരണ്ടി മോദി പ്രവാസി സമൂഹത്തിന് മുന്നിലും ആവർത്തിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ത്യ UAE ബന്ധത്തിൽ തന്റെ ഭരണകാലത്തുണ്ടായ ഊഷ്മളത അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതും കേട്ടു. ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കൊപ്പം ശ്രീ മോഹൻ വർഗീസ് ചേരുകയാണ്. അവിടെ ക്ഷേത്രം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. അതിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. അപ്പോഴേക്ക് നമുക്കതിൽ തിരിച്ചെത്താം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഇന്നലെ അഹ്ലാൻ മോദി അതിൽ പ്രവാസി സമൂഹത്തിനെ ആവേശക്കൊടുമുടിയിൽ എത്തിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആ സ്വീകരണം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. ഇതിപ്പോൾ അവിടെ ഒരു ക്ഷേത്രം എന്ന 1997 മുതൽ ഉള്ള സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിന് ശിലയിടുന്നത് പോലും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരുന്നു. ആദ്യ UAE സന്ദർശനത്തിൽ അതിനുള്ള സ്ഥലം അനുവദിക്കപ്പെടുന്നു. അങ്ങനെയുള്ള നീക്കമാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ചില അജണ്ടകൾ ഉൾക്കൊള്ളുന്ന ചില ലക്ഷ്യങ്ങളോടുകൂടിയുള്ള 2 ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത് അടയാളപ്പെടുത്തുക അദ്ദേഹത്തിന്റെ ഈ തവണത്തെ 2 ദിവസത്തെ സന്ദർശനം? രേണുക, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ UAE സന്ദർശനവും നാളെ നടക്കേണ്ട ഖത്തർ സന്ദർശനവും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു ലോകശ്രദ്ധ തന്നെയാണ് ആകർഷിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം അബുദാബിയുടെ മണ്ണിൽ ഉയരുകയാണ്. അതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ രാവിലെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ സമർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്രീ നരേന്ദ്രമോദി അവിടെ കൂടിയിരിക്കുന്ന പ്രവാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. UAEയുടെ ഭരണാധികാരി ഷെയ്ഖ് അൽ നഹ്യാൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇതിനെ കാണേണ്ടത് ഒരു മതമൈത്രിയുടെയും സദ്ഭാവനയുടെയും എല്ലാം ഒരു ചിഹ്നമായി കാണേണ്ടതുണ്ട്. ഇവിടെ ക്ഷേത്രമെന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്ചറൽ വണ്ടറാണ്. യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായ ഒരു കാര്യം കൂടിയാണ് അബുദാബിയിലെ ഹൈന്ദവ ക്ഷേത്രം. 7 ഗോപുരങ്ങൾ, 7 പ്രതിഷ്ഠകൾ. ഈ 7 ഗോപുരങ്ങൾ 7 എമിറേറ്റുകളെ സൂചിപ്പിക്കുന്നതാണ്. 7 ഗോപുരങ്ങൾ വളരെ വിഖ്യാതമായ ഒരു ശൈലിയിലാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. സാൻഡ്സ്റ്റോണുകൾ അല്ലെങ്കിൽ പിങ്ക് നിറമുള്ള സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണം. പരമാവധി ഇരുമ്പിൻ്റെയും ചെമ്പിൻ്റെയും മറ്റ് ലോഹങ്ങളുടെയും ഉപയോഗം ഒഴിവാക്കിക്കൊണ്ട് വളരെ കലാപരമായി ശില്പചാരുതയോടെ നിർമ്മിച്ച ഈ കൽക്ഷേത്രം തീർച്ചയായും ഒരു ആർക്കിടെക്ചറൽ വിസ്മയം എന്ന് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. അത് ആർക്കിടെക്ചറൽ കുതുകികൾക്ക്. അതേസമയം തന്നെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസി സമൂഹത്തിൻ്റെ ഒരു വലിയ അഭിലാഷമായിരുന്നു അവരുടെ ഒരു വിശ്വാസ ദേവാലയം അവിടെ ഉയരുക എന്നത്. ആ ഒരു ക്ഷേത്രം ഇവിടെ ഉയരുന്നതിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കാരണഭൂതനായി എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം 2015 അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യ UAE സന്ദർശന വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരി UAEയുടെ ഭരണാധികാരികൾ നൽകിയ ഭൂമി, അത് ഇസ്ലാമിക ഭരണാധികാരി ഹൈന്ദവ ദേവാലയത്തിനായി നൽകിയ ഭൂമിയിൽ അതിൻ്റെ ആർക്കിടെക്റ്റായി പ്രവർത്തിച്ചത് ഒരു ബുദ്ധിസ്റ്റ് ഒരാളാണ്. അതുമാത്രമല്ല അതിൻ്റെ ഡിസൈനിങ് രംഗം, അതിൻ്റെ ബോർഡിലെ അംഗങ്ങൾ ഇതെല്ലാം തന്നെ ജൈനമതം, ബുദ്ധമതം, ക്രിസ്തുമതം എല്ലാ മതവിഭാഗത്തിൻ്റെയും ആളുകൾ ഉൾപ്പെടുന്ന ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എക്യുമെനിക്കൽ കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കും. ഹൈന്ദവരുടെ ദേവാലയം എന്നതിന് ഉപരിയായി തീർച്ചയായും UAEയുടെ മണ്ണിൽ അത് ഉയരുമ്പോൾ വളരെ കൗതുകകരമായ ഒരു ചിത്രം, ഒരു സമഭാവനയുടെ ചിത്രം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നു. മോദി അതിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു യജമാൻ എന്ന നിലയിൽ, രാമക്ഷേത്രത്തിൽ യജമാനൻ എന്ന നിലയിൽ കാര്യങ്ങൾ നടത്തിയപ്പോൾ അവിടെ
പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ സമർപ്പണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുന്നു. ആ ക്ഷേത്രമെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടന്നു കാണുകയും 7 പ്രതിഷ്ഠകളുണ്ട്, അതിൻ്റെ എല്ലാം പ്രദർശനം വയ്ക്കുകയും ക്ഷേത്രത്തിന് പ്രദർശനം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ ലൈവായി കാണുകയുണ്ടായി. അപ്പം ഇതെല്ലാം ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ അറ്റാച്ചസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു UAE ആൻഡ് വൈസ് വേഴ്സ. ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് UAE എന്ന് ഓർക്കണം. 80 ബില്യൺ ട്രേഡ് ആണ് ബൈലാറ്ററൽ ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയും UAEയും തമ്മിലുള്ളത്. 80 കോടിയാണ്. അത് മാത്രമല്ല ഇന്ത്യയുടെ ജനസംഖ്യ, ഇന്ത്യയുടെ ജനങ്ങളുടെ 35 ലക്ഷം ഭാരത പൗരന്മാർ UAEയിൽ പ്രവാസികളായി കഴിയുന്നു. അവർ അയക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പ്രത്യേകിച്ചും താങ്ങി നിർത്തുന്നതിൽ UAEയിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന വലിയ തോതിലുള്ള വിദേശ നാണ്യം വലിയ സംഭാവനയാണ് നൽകുന്നത് എന്നത് നമ്മൾ മറന്നുകൂടാ. അതുകൊണ്ട് UAE എന്ന രാജ്യം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കൺസിഡറേഷനിൽ വളരെ വലിയ സ്ഥാനമാണ് വഹിക്കുന്നത് എന്നത് നമുക്ക് ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല UAEയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം അത് വളരെ വലുതാണ്. കാരണം ജിയോഗ്രാഫിക്കലി ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ, ഈ വാണിജ്യ ഇടനാഴി പ്രഖ്യാപിക്കുന്നത് G20 സമ്മേളനം, കഴിഞ്ഞ വർഷം G20 സമ്മേളനത്തിൽ വെച്ച് കോൺസെപ്ച്വലൈസ് ചെയ്ത ആ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ ഇടനാഴിയിലെ ഒരു നിർണായക കണ്ണിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അത് മാത്രമല്ല അതിനോടൊപ്പമുള്ള മറ്റ് രാജ്യങ്ങൾ ജോർദനും ഇസ്രയേലും സൗദി അറേബ്യയും എല്ലാം ചേരുന്ന ആ കോറിഡോറിലൂടെ വേണം ഈ നമ്മുടെ ഗുഡ്സ് ആൻഡ് കമോഡിറ്റീസ് യൂറോപ്യൻ വിപണികളിലും തിരിച്ചും എത്തേണ്ടത്. അതുകൊണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി പഴയകാല സ്പൈസ് റൂട്ട്, സുഗന്ധ പാത പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയുടെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെയും എല്ലാം കൂടി ചിന്തയുടെ ഫലമായി ഉണ്ടായ ഈ പദ്ധതിയുടെ നിർണായക കണ്ണി എന്ന നിലയിൽ UAEക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ 7ാം സന്ദർശനമാണ്. 2015 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ 7 സന്ദർശനമാണ്. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ തന്നെ നടക്കുന്ന 3ാമത്തെ സന്ദർശനമാണ്, നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ് UAEയിൽ നടക്കുന്നത്. അതുകൊണ്ട് പരസ്പരം ഈ 2 രാജ്യങ്ങൾ നൽകുന്ന പ്രാധാന്യം നമ്മൾ കാണാതെ പോകരുത്. അത് മാത്രമല്ല പ്രവാസികളുടെ വലിയ ആഗ്രഹമായിരുന്നു അവരുടെ പേയ്മെൻറ്റ് സിസ്റ്റം, അവരുടെ ട്രാൻസാക്ഷൻസ്, അവരുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക. നമ്മുടെ UPI സംവിധാനം ഇപ്പോൾ UAEയിൽ വാലിഡായി വന്നിരിക്കുന്നു. റൂപേ കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ അവിടെ അംഗീകരിക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും UAEയുടെ സെൻട്രൽ ബാങ്കും തമ്മിൽ ധാരണയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിനിമയങ്ങൾ നടക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമായി അതിനെ വേണമെങ്കിൽ കാണാം. അതുമാത്രമല്ല ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സഹകരണവും ഡിഫൻസ് മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്വാഭാവികമായ സഹകരണങ്ങളും എല്ലാം തന്നെ ഈ സന്ദർശനത്തിന് മറ്റൊരു മാനം നൽകുന്നു. പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകരണവും അതിനുശേഷം നടക്കുന്ന ഡെഡിക്കേഷൻ സെറമണിയും ആണെങ്കിൽ പോലും ഇതിൻ്റെ സൈഡ് ലൈനിൽ നടന്ന ഉച്ചകോടി വളരെ പ്രധാനമാണ്. 25 രാജ്യങ്ങൾ കടന്നു വരുന്ന ഒരു ഗവൺമെൻറ്റൽ ഉച്ചകോടി, ഇൻ്റർ ഗവൺമെൻറ്റൽ ഉച്ചകോടിയാണ്. ആ ഉച്ചകോടിക്ക് ആതിഥ്യം അരളിയത് UAE ആണെന്ന് തോന്നാമെങ്കിലും അവിടെ ഭാരതത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് 2-3 രാജ്യങ്ങളുടെയും കൂടെ ആതിഥ്യത്തിലാണ്, ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആതിഥ്യം ആണ് അവിടെ ഉണ്ടായത് എന്നുകൂടി ഓർക്കണം. അവിടെ എടുക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച ആ സാമ്പത്തിക ഇടനാഴിയുടെ സുഗമമായ പ്രവർത്തനത്തിന് കാരണമായി തീരും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും വളരെ വലിയ നിർണായകമായ ഒരു നീക്കമായി ശ്രീ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഈ ഗൾഫ് മേഖല, പേർഷ്യൻ ഗൾഫ് മേഖല സന്ദർശനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായും നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ സേനാപതി വേണു കൂടി ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള മോദിയുടെ 7ാമത് സന്ദർശനമാണ് നടക്കുന്നത്. അദ്ദേഹം പലതവണ പോയിട്ടുണ്ട്, പല വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. വളരെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് പലയിടത്തും ലഭിക്കുന്നത് നമ്മൾ കണ്ടു. വിഷ്വൽ ട്രീറ്റായി മാറുന്ന ഓരോ തരത്തിലുള്ള പ്രവാസി സമൂഹങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പരിപാടികളും കണ്ടു. പക്ഷേ ഇപ്പോഴത്തെ ഈ UAE സന്ദർശനത്തിന്റെ പ്രാധാന്യം ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നതാണ്. അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണം ഇന്നലെ കണ്ടതാണ്. പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടുന്നു.
ഒരു വിശ്വഗുരു ഇമേജ് ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്നത് BJP-യുടെ ഒരു പ്രചരണമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അവർ പറയുന്ന അവർ ആ രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുക കൂടിയാണ്. അപ്പോൾ അതിന് കുറെ കൂടി കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ 2 ദിവസത്തെ സന്ദർശനത്തിൽ നടക്കുന്നത്. ഖത്തറിൽ തടവിലായിരുന്നവരെ മോചിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമാണ്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് UAE-യിൽ ലഭിക്കുന്ന ഈ സ്വീകരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രേണു, നമ്മളിതിനെ കുറച്ചുകൂടി ഒരു വിശാലമായ അർത്ഥത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. കാരണം ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വിദേശ രാഷ്ട്രങ്ങളുമായി വലിയ ഊഷ്മളമായ ബന്ധങ്ങളും നയതന്ത്ര രംഗത്ത് വലിയ സംഭാവനകളും ഒക്കെ ചെയ്തവരാണ്. അത് നരേന്ദ്രമോദി മാത്രമല്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീ ദേവഗൌഡയ്ക്കും ചന്ദ്രശേഖറിനും മാത്രമാണ് ഒരു വിദേശ രാഷ്ട്രങ്ങളുമായി അങ്ങനെ ഒരു ഊഷ്മളമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ അവസരം കിട്ടാതെ പോയ 2 പ്രധാനമന്ത്രിമാർ. രണ്ടുപേരും വളരെ ചുരുങ്ങിയ സമയം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ചില പ്രത്യേക സാഹചര്യത്താൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ആയവരാണ്. ബാക്കി ഏത് പ്രധാനമന്ത്രിമാരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവരെല്ലാം ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളുമായി അവരുടെ നയതന്ത്ര ബന്ധങ്ങളും അതോടൊപ്പം തന്നെ വ്യാപാര ബന്ധങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാം നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമത്തിന്റെ എല്ലാം ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ആളുകളെല്ലാം പ്രവാസികളായി പോകുവാനും അവിടങ്ങളിലൊക്കെ ജോലികൾ നേടുവാനും ഇവിടെ മോഹൻ വർഗീസ് സാർ സൂചിപ്പിച്ചതുപോലെ അവരുടെയൊക്കെ സമ്പാദ്യം ഇങ്ങോട്ട് അയക്കാനും ഈ നാടിന് വികസനം ഉണ്ടാകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 80 വരെയുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ നേരിട്ട പ്രതിസന്ധി എന്ത് എന്ന് ചോദിച്ചാൽ ലോകം ശീതയുദ്ധത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്കൊരു പക്ഷത്ത് നിൽക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. പക്ഷത്ത് നിന്നില്ല എങ്കിലും നമ്മൾ ചേരിചേരാ നയം പ്രകടിപ്പിക്കുമ്പോഴും നമ്മളൊരു പക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുക. ആ പക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും ലോകത്തിന് ഇന്ത്യയുടേതായ ഒരു ചില സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. കാരണം എന്താ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 140 കോടിയാണ്. ലോകത്തിലെ 6 ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ 6-ൽ ഒരാള് ഇന്ത്യക്കാരനാണ്. അപ്പോ ഇപ്പം നമ്മൾ സൂചിപ്പിച്ച ഈ ഗൾഫ് രാജ്യങ്ങൾ 21 രാഷ്ട്രങ്ങൾ, ഇപ്പൊ പറഞ്ഞ ഈ UAE ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രങ്ങൾ, ഇവരെല്ലാം കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാലും നമ്മുടെ ഒരു രാഷ്ട്രത്തിന്റെ ജനസംഖ്യയുടെ പകുതിയോ 1/3 വരികയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച അന്നു മുതൽ ഇന്ത്യ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ശബ്ദവും ഒരു ശക്തിയും ഇന്ത്യയെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതുമാണ്. അപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ ഭരണാധികാരികളുടെയും കാലഘട്ടത്തിൽ അവർ പിന്നെ ചിലപ്പോൾ വിദേശത്ത് പോയി അമ്പലമൊന്നും പണിതിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ അവരുടെയൊക്കെ ആ കാലഘട്ടത്തിലെ ശ്രമങ്ങൾ ഇന്ത്യയെ വലിയ നയതന്ത്ര രംഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്മരണീയമായ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പം തടവിലാക്കപ്പെട്ട ആളുകളെ മോചിപ്പിച്ച് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ അത് ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 91-ൽ ഗൾഫിൽ നടന്ന അല്ലെങ്കിൽ ഇറാഖ് നടത്തിയ ഒരു അധിനിവേശവും ആ അധിനിവേശത്തിലൂടെ ദശലക്ഷക്കണക്കിനായി ഇന്ത്യക്കാര് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊരു സാഹചര്യം. ഒരുപക്ഷെ ടയോട്ട സണ്ണി എന്നൊരു പേര് ഞാനത് എടുത്തു പറയാൻ കാരണം അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അവരെയൊക്കെ ഒന്ന് അനുസ്മരിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ നയതന്ത്ര രംഗം എത്രയോ വലുതും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യത്ത് ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അങ്ങനെയുള്ള പ്രതിസന്ധി ഇല്ല. അപ്പൊ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള UAE-യുമായുള്ള ബന്ധത്തിൽ പതിറ്റാണ്ടുകളുടെ വിടവിന് ശേഷമാണ് താൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഊഷ്മളമായ തലത്തിലേക്ക് ആ ബന്ധം വളർന്നതെന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ അഹ്ലാൻ മോദി പ്രവാസികളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. അല്ല, അത് നരേന്ദ്രമോദിയുടെ ഭാഷ്യം. ഇവിടെ മോഹൻ വർഗീസ് സാർ സൂചിപ്പിച്ചൊരു കാര്യം, 35 ലക്ഷമാണ് അവിടെ ഇന്ത്യക്കാരായ പ്രവാസികൾ. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നും പോയവരല്ല, അല്ലെങ്കിൽ 10 കൊല്ലത്തിനകം പോയവരല്ല. അവരൊക്കെ ദശാബ്ദങ്ങളായി അവരുടെ ചിലപ്പോൾ 1ാമത്തെയോ 2ാമത്തെയോ തലമുറ പോലുമാണ് ഈ പ്രവാസികളായിട്ട് അവിടെ തുടരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യക്ക് അറേബ്യൻ രാജ്യങ്ങളും അതല്ല ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളുമായിട്ടുള്ള നമ്മുടെ പ്രവാസി ബന്ധം, ആ പ്രവാസി ബന്ധത്തെ ഊഷ്മളമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാർ ഇതിലും വലിയ ശ്രമങ്ങൾ നടത്തിയിരിക്കാം. പക്ഷെ അന്നെന്താ കുഴപ്പം? അന്ന് നവമാധ്യമങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങളോ വന്നിട്ടില്ല. ഒരുപക്ഷെ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി വിദേശത്ത് പോയാൽ അദ്ദേഹത്തെ കാണുന്നത് നമ്മുടെ ദൂരദർശന്റെ ഒരു
ഒരു വാർത്തയിലോ അതല്ല എങ്കിൽ റേഡിയോയിലൂടെയുള്ള പ്രഭാഷണം മാത്രമാണ്. 2000-ന് ശേഷം അല്ലെങ്കിൽ 2005-10 ശേഷമാണല്ലോ ഇതെല്ലാം നമ്മൾ നേരിട്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. 1978 ഇന്ത്യയുടെ ഞാനിപ്പോ BJP-യുടെ ഭാഗത്ത് BJP-ക്കാരെ ഓർമ്മപ്പെടുത്താൻ, ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഭാഗം മാത്രമല്ല, 1978 മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു എന്താ പറഞ്ഞ വാജ്പേയി. ആ വാജ്പേയി ആണ് ഒരുപക്ഷെ 62 യുദ്ധത്തിന് ശേഷം ഇന്ത്യയുമായി ഉണ്ടായിരുന്ന നയതന്ത്ര ബന്ധം മുടങ്ങിക്കിടന്ന ആ നയതന്ത്ര ബന്ധത്തിൽ പിന്നീട് ചൈനയിൽ പോയി ചൈനയുമായിട്ടൊരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയ ഒരു അന്നത്തെ വിദേശകാര്യമന്ത്രി, പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആള് ശ്രീ വാജ്പേയി. ഞാൻ പറഞ്ഞു വന്നത്, ഇതിലും വലിയ വിദേശ നയതന്ത്ര ബന്ധങ്ങളും ആ ബന്ധങ്ങളെ ഇന്ത്യക്ക് എത്രയോ ഗുണകരമായി. പക്ഷെ അന്ന് മാധ്യമങ്ങൾ ഇതുപോലില്ല. ഈ സ്വീകരണങ്ങൾ കാണാനും അവിടെ ആരും അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാരുടെ പട്ടിക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ചരൺ സിംഗോ ഒരു മൊറാർജി ദേശായിയോ അല്ലെങ്കിൽ ഒരു HD ദേവഗൌഡയോ ഒരു ചന്ദ്രശേഖരോ, ഈ 4 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരും വിദേശ രാഷ്ട്രങ്ങളുമായി ഇതിലും വലിയ നയതന്ത്ര ബന്ധങ്ങളും ആ നയതന്ത്ര ബന്ധത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ചേരിചേരാ നയം എന്ന നിലയിൽ ഇന്ത്യ മഹാരാജ്യം ഇതുവരെയും നിന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായി ഒന്ന് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് സാങ്കേതിക വിദ്യ വികസിച്ചു, അതിന്റെ ഫലമായി ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നതാണ് സേനാപതി വേണു ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യക്ക് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത കൊണ്ടും അല്ലാതെയും ഒക്കെയുള്ള വലിയ ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനം നമുക്ക് ഉണ്ട്. പക്ഷേ നോക്കൂ, ഇന്നലെ UAE സന്ദർശനത്തിൽ നമ്മൾ കാണുകയാണ്, മൈ ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിസംബോധനയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. അവിടെ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ലഭിക്കുന്നു. അഹ്ലാൻ മോദി സമ്മേളനത്തിലാണെങ്കിൽ പോലും പ്രവാസികൾ മോദി വിളികളാൽ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ തനിക്ക് ലഭിക്കുന്ന ഈ ഊഷ്മളമായ സ്വീകരണം, സ്നേഹം, അതൊക്കെ ഇവിടുത്തെ പ്രവാസികൾക്കും 140 കോടി ഇന്ത്യൻ ജനതയ്ക്കും അവകാശപ്പെട്ടതാണ്, അവരാണ് ആദരിക്കപ്പെടുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇത് ഒരു മാറ്റമാണോ? അദ്ദേഹം 7 തവണ ഗൾഫ് രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നു. ഇത്രയധികം തവണ ഗൾഫ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ച ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഇന്ത്യ തുടർന്ന് വന്ന നയങ്ങളുടെ തുടർച്ചയെന്ന് മാത്രം നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണോ? അതിലും അപ്പുറം ഒരു ഊഷ്മളമായ ബന്ധം ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഉണ്ട് എന്ന അവകാശവാദം, മോദിയുടെ തന്നെ അവകാശവാദം, അത് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രേണുക, വിദേശ ബന്ധങ്ങളുടെ അടിസ്ഥാനം, ഫോറിൻ പോളിസിയുടെ ബേസിസ് തന്നെ ദേശീയ താല്പര്യം എന്നതാണ്. ദേശീയ താല്പര്യങ്ങൾ മാറി മാറി വരും. 21-ാം നൂറ്റാണ്ടിൻ്റെ ഭാരതത്തിൻ്റെ ആവശ്യങ്ങൾ ദേശീയ താല്പര്യമായി വരുമ്പോൾ അതിന് പ്രതിഫലനം നൽകാൻ കഴിയുന്ന അനുരൂപനായ ഒരാളെ വേണം പ്രധാനമന്ത്രിയായ ആവശ്യമുള്ളത്. അങ്ങനെ ഒരു റോളാണ് ശ്രീ നരേന്ദ്രമോദി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ 47-ൽ ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നെഹ്റുവിയൻ പോളിസീസിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ വിദേശ നയത്തിന് ദിശാബോധം നൽകുന്ന, ഭാരതത്തിന് ലോകക്രമത്തിൽ തന്നെ സ്ഥാനമുണ്ടാക്കി കൊടുത്ത വിഖ്യാതനായ പ്രധാനമന്ത്രിയായിരുന്നു ഒന്നാം പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വളരെ വലിയൊരു ശക്തിയാണ്. നമ്മൾ വളരെ വൈകി മാത്രം തിരിച്ചറിഞ്ഞ ഒരു ശക്തിയാണ് സോഫ്റ്റ് പവർ, മൃദുശക്തി. ആ മൃദുശക്തിക്ക് പല ഡയമെൻഷൻസും ഉണ്ട്. അതിൽ മതത്തിൻ്റെ രൂപം വരാം, സംസ്കാരത്തിൻ്റെ രൂപം വരാം, ഭാഷയുടെ രൂപം വരാം, മറ്റു കാര്യങ്ങൾ വരാം, ആഹാര രീതികളുടെ രൂപം വരാം. പക്ഷേ മൃദുശക്തിയുടെ ഏറ്റവും പ്രധാന എലമെൻറ്റ് ഇന്ത്യക്കാരാണ്, വ്യക്തികളാണ്, പൗരന്മാരാണ്, പ്രവാസികളാണ്. ഈ പ്രവാസി ഇന്ത്യക്കാരെ നമ്മുടെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ഭാഗമാക്കി മാറ്റിയെടുത്ത പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അങ്ങനെയാണ് ചരിത്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗം കുറിക്കപ്പെടുക, അദ്ദേഹത്തിൻ്റെ റോൾ കുറിക്കപ്പെടാൻ സാധ്യതയുള്ളത്. പ്രവാസി ഇന്ത്യക്കാർ, ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറ, ചിതറിപ്പാർക്കുന്ന ഇന്ത്യൻ വംശജരായ ആളുകൾ, അതാണല്ലോ ഇന്ത്യൻ ഡയസ്പോറ. ഈ ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറയുടെ ഉടമയാണ് ഭാരതം. അങ്ങനെ വരുമ്പോൾ ഭാരതത്തിന് തന്നെ ജനങ്ങളുടെ ഒരു നല്ല പങ്ക്, ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ UAEയുടെ ജനസംഖ്യയുടെ 35% ഭാരതവംശജരാണ്, അല്ലെങ്കിൽ ഭാരതീയരാണ്. അവർ ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നവരാണ്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പൗരത്വം എടുത്തുകൊണ്ട് അവിടെ ആ രാജ്യങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പൗരന്മാർ മാറുമ്പോൾ ഇവിടെ ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്ന
35 ലക്ഷത്തോളം പേരാണ് അവിടെ UAE-യിൽ തന്നെ ഉള്ളത്. അത് വലിയൊരു നമ്പറാണ്. അപ്പം ആ ഒരു നമ്പർ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. ആ ഒരു മൃദുശക്തിയെ, ആ ജനങ്ങൾ എന്ന ഇന്ത്യൻ വംശജരായ ജനങ്ങൾ എന്ന മൃദുശക്തിയെ നയതന്ത്രപരമായി ഉപയോഗിക്കാമെന്ന സാധ്യത കണ്ടെത്തിയ ആളാണ് മോദി. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ആദ്യം സംസാരിക്കുന്നത് ഭാരത വംശജരായ ആളുകളോടാണ്. അത് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിലായിക്കൊള്ളട്ടെ, ഈജിപ്തിലെ തെഹ്രീർ സ്ക്വയറിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, ആദ്യം കാണുന്നത് ഭാരത വംശജരോടാണ്. ഈ ആളുകൾ അതത് രാജ്യങ്ങളുടെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ, ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിനെ ചലിപ്പിക്കാൻ കഴിയുന്നവരാണ് ഇന്ത്യൻ ഡയസ്പോറ. അത് വലിയ നമ്പറാണ് UAE-യിലുള്ളത്. അതുകൊണ്ട് ആ ഒരു ആംഗിൾ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നൊരു ആംഗിളാണത്. അതുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം 81-ന് ശേഷം വളരെ വലിയ കാര്യം, ഒരു 3 പതിറ്റാണ്ടോളം സംഭവിക്കാതിരുന്ന ഒരു പ്രധാനമന്ത്രി തലത്തിലുള്ള ഒരു സന്ദർശനം സംഭവിച്ചത് വളരെ വൈകിയാണ്. 2014 മോദി പ്രധാനമന്ത്രിയാകുന്നു. 2015 അദ്ദേഹം ആദ്യമായി UAE സന്ദർശിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ശ്രദ്ധ കൂടുതലായും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കും മറ്റ് മധ്യപൗരസ്യ പ്രദേശത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളിലേക്ക് തിരിയുന്നു. മുൻകാലങ്ങളിൽ അതിന് 2 ഡയമെൻഷൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, നമ്മുടെ എനർജി റിക്വയർമെൻറ്റ്സ്, പെട്രോളിയം ഇറക്കുമതി അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് വേണ്ടി നമ്മൾ ആശ്രയിച്ചിരുന്നത് ഈ പറയുന്ന പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെയാണ് പ്രധാനമായും. ഇന്ന് നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞു. വളരെ വലിയ തോതിലാണ് റഷ്യയിൽ നിന്നും, വെനിസ്വേലയിൽ നിന്നും, നൈജീരിയയിൽ നിന്നും എന്ന് വേണ്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു രീതി, ഒരു നയമാണ് ഇന്ത്യ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെസ്റ്റ് ഏഷ്യ വളരെ പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് എനർജി സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ. എന്നിരുന്നാലും നമുക്ക് വലിയ വിധേയത്വം തോന്നേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ കാര്യം ഉണ്ട് താനും. കാരണം ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു നല്ല ശതമാനം ജോലി ചെയ്യുന്ന മധ്യപൗരസ്യ പ്രദേശങ്ങളിലെ രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തേണ്ട ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ വ്യാപാര പങ്കാളിത്തത്തിൽ 3-ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ 3-ാമത്തെ വലിയ വ്യാപാര പങ്കാളി എന്നത് ചില്ലറ കാര്യമല്ല. 7-ാമത്തെ വലിയ നിക്ഷേപക രാജ്യമാണ് UAE. ഇന്ത്യയിൽ UAEയുടെ നിക്ഷേപം വളരെ വലിയ തോതിൽ ഇന്ത്യയുടെ വികസനത്തിന് കുതിപ്പേക്കുകയും ചെയ്യും. അതിന് വ്യക്തിപരമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും UAEയുടെ പ്രസിഡന്റ് കൂടിയായ ഷെയ്ഖ് അൽ നഹ്യാനും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായൊരു ബന്ധം അത് ഒരു ലുക്കീസ്റ്റ് പോളിസിയെ ആക്റ്റീസ്റ്റ് പോളിസിയായി മാറ്റിയെടുക്കാനും ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു വലിയ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കാനും നമുക്കിവിടെ ബുള്ളറ്റ് ട്രെയിനുകൾ, മറ്റ് ടെക്നോളജി, ജാപ്പനീസ് ടെക്നോളജി എന്നിവയ്ക്ക് അടിത്തറവാകാനും കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളെ വളരെ വലിയ സാധ്യതാപരമായി നമ്മൾ കാണുകയാണ്, അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ. അതുകൊണ്ടാണ് നാവിക രംഗത്ത് കൂടി നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ കൂടുതലായി പതിയുന്നു. കാരണം ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കിടക്കുന്ന രാജ്യമാണ് UAEയും. ഇനി അടുത്ത നാളെ പോകാനിരിക്കുന്ന ഖത്തറും പേർഷ്യൻ ഗൾഫ് മേഖലയിലാണ്. ഈ പേർഷ്യൻ ഗൾഫ് മേഖല എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അത് ഒരു ചെറിയ കടലിടുക്ക് കടന്ന്, ഇറാൻ്റെ സാന്നിധ്യം കൂടിയുള്ള ആ കടലിടുക്ക് കടന്നകത്തേക്ക് പോകണം. അതുകൊണ്ടാണ് ആ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുമ്പോൾ സംഭവിക്കാവുന്ന സുരക്ഷാ ഭീഷണി അത് നേരിടാൻ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം അനിവാര്യമായി വരും. അതുമാത്രമല്ല, ചെങ്കടൽ മേഖല കുറച്ചുകൂടി ദക്ഷിണ ഭാഗത്തേക്ക് പോകുമ്പോൾ ചെങ്കടൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ബാബൽ മന്ദേബ് പോലെയുള്ള ആ കുപ്പിക്കഴുത്ത് മേഖലയുടെ സുരക്ഷിതത്വവും തീർച്ചയായും ഇന്ന് അപകടത്തിലാണ്. ഹൂതികൾ, ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ നടത്തുന്ന വലിയ ആക്രമണങ്ങൾ ഈ വെസൽസിനെ, കപ്പലുകളെ, വിദേശ കപ്പലുകളെ, പ്രത്യേകിച്ചും അമേരിക്കൻ കപ്പലുകൾ, ഇസ്രായേലിൻ്റെ കപ്പലുകൾ മുതലായവയെ വലിയ തോതിൽ ആക്രമിക്കുന്നു. അവിടെയും ഒരു സ്റ്റെബിലൈസിംഗ് ഫോഴ്സായി ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ നോക്കുമ്പോൾ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് കൺസിഡറേഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക്കായ ഒരു പങ്കാളി എന്ന നിലയിലാണ് ഇന്ന് അറബി രാജ്യങ്ങളായ UAEയെയും ഖത്തറിനെയും ഒക്കെ ഇന്ത്യ കാണുന്നത്. അല്ലാതെ മുൻകാലങ്ങളിൽ കണ്ടിരുന്നത് പോലെ വെറും കേവലം വ്യാപാരം അല്ലെങ്കിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു ഉപാധി എന്ന നിലയിലല്ല. അതുമാത്രമല്ല, എണ്ണ മാറി ഇന്ന് ഹൈഡ്രോ കാർബൺ റിസർവ് ശോഷിച്ചിരിക്കുന്നു. ഈ ഏറെക്കാലം നിൽക്കില്ല ഹൈഡ്രോ കാർബൺ. അത് മാറിക്കഴിയുമ്പോഴത്തേക്ക് പുതിയ എനർജി ഉപാധികൾ വരുമ്പോൾ ഇന്ത്യ ലോകക്രമത്തിൽ ഏറെ മുന്നിലെത്തും. അതുകൊണ്ട് ഭാവിയിലെ എനർജി സുരക്ഷാ സാധ്യതകൾക്ക് പരസ്പരം
സഹകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാർബൺ ബേസ്ഡ് അല്ല, മറിച്ച് ഹൈഡ്രജൻ ബേസ്ഡ് ഒരു എനർജി പ്രൊഡക്ഷൻ പാരഡൈമിലേക്ക് വരുമ്പോൾ ഇന്ത്യയും UAE തമ്മിലും ഇന്ത്യയും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലും മറ്റൊരു രൂപത്തിലും സഹകരണം സാധ്യമാകേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അതിനെല്ലാം വിത്ത് പാകാനും വഴി ഒരുക്കാനും ഈ സന്ദർശനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ഉപകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ സേനാപതി വേണു, ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി നടന്നു വന്നതിന്റെ ഒരു തുടർച്ചയാണ്. 10 വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണ കാലത്ത് തുടർന്നു വന്ന ഊഷ്മളമായ ബന്ധം, അതിന്റെ ഒരു തുടർച്ചയായി വേണം നമ്മൾ കാണാൻ. അവിടെ കൂടിയ 10,000-കണക്കിന് വരുന്ന ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയിൽ എന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികളെ കുറിച്ച് പറയുന്നു, സാമ്പത്തിക രംഗത്തെ മുന്നേറ്റത്തെക്കുറിച്ച് പറയുന്നു. 2047 ആകുമ്പോൾ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കും എന്ന വാഗ്ദാനം ആവർത്തിക്കുന്നു. തിരിച്ചുവരവിന്റെ ശക്തമായ സന്ദേശവും നൽകുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അത് പോക്കുവരവുകളിലും കേവലം വാക്കുകളിലും ഒതുങ്ങുന്നതല്ല. അതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഗുണകരമാകുന്ന നിരവധി കരാറുകൾ ഉണ്ടാകുന്നു, രാജ്യത്തിന് നേട്ടമുണ്ടാകുന്നു. അവിടെ വിദേശ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നു. അതിൻ്റെ ഒക്കെ ആനുകൂല്യം നമ്മളുടെ പ്രവാസി സമൂഹത്തിനും ലഭിക്കുന്നുണ്ട്, ഇന്ത്യ എന്ന രാജ്യത്തിന് ലഭിക്കുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നേട്ടം രാജ്യത്തിന് ഏറ്റവും അനുകൂലമായതാണ്. ഇതിപ്പോൾ ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ പദ്ധതിയുമായി വീണ്ടും മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ ഈ ദൃശ്യവിരുന്ന് മാത്രമല്ല സൗഹൃദം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനും പ്രവാസി സമൂഹത്തിന്റെ മുന്നിൽ അതിന്റെ നേട്ടം ആവർത്തിച്ച് പറഞ്ഞ് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം നേടാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പെടുത്ത വേളയിൽ അത് അവിടെ സാധ്യമാകുന്നു എന്നത് കൃത്യമായും അത് ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അല്ല, പ്രധാനമന്ത്രിയുടെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിൽ ഉള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ഉദ്ഘാടനം, അതിന്റെ പ്രതിഷ്ഠ എന്നുള്ള ആ പ്രക്രിയ, അതൊക്കെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി നിർവഹിക്കേണ്ട ഒന്നാണോ എന്നുള്ളത് നമ്മൾ അയോധ്യ മുതൽ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞങ്ങൾ ഇപ്പോഴും ഉയർത്തുക. അത് ശരിയുടെ പക്ഷത്താണ് എങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. എല്ലാ ജാതി മത ജനവിഭാഗങ്ങളും ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അബുദാബിയിൽ മാത്രം, അബുദാബിയിലെ ക്ഷേത്രം ഇപ്പൊ ആദ്യത്തേതാണ്. പക്ഷേ വിദേശ രാഷ്ട്രങ്ങളിലെ ക്ഷേത്രം ഇപ്പൊ അടുത്ത് ഈ എന്താ പറയുക, നമ്മുടെ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയുടെ തലേ ഞായറാഴ്ച വാഷിംഗ്ടണിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നതായിട്ട് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി, മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അപ്പൊ ഇതൊന്നും ലോകത്ത് ആദ്യത്തെ സംഭവമല്ല, ഇതൊക്കെ നടക്കുകയാണ്. പക്ഷെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി പോയി ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഇനി സന്യാസിമാരാണ് നടത്തിയെങ്കിലും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടത്താൻ പോയത് അത് പ്രധാനമന്ത്രി. അത് ഒരു മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്നത് അത് ശരിയാണോ എന്നുള്ള ആ ഒരു ചോദ്യം അതിപ്പോഴും നിലനിൽക്കുകയാണ്. ആ ചോദ്യം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി UAE-യുമായിട്ടുള്ള കരാറുകൾ അത് എന്താ പറഞ്ഞ ഊഷ്മളമായി തുടരുന്നതിലും പുതിയ കരാറുകൾ ഏർപ്പെടുന്നതിലും അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ നമുക്ക് പ്രധാനമന്ത്രിയുമായിട്ട് തർക്കമുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. രേണുക, ഞാൻ ഒരു 15 20 അല്ലെങ്കിൽ ഒരു 30 ദിവസം മുമ്പ് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെ, അദ്ദേഹത്തിന്റെ പേര് MM നരവനെ എന്നാണ്, നരവനെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. പുസ്തകം വെളിച്ചം കണ്ടിട്ടില്ല. വെളിച്ചം കാണാതിരിക്കാൻ കാരണം ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഗൽവാമിലും പാങ്കോങ്ങിലും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചൈനയുമായുള്ള അതിർത്തിയിലെ തർക്കത്തിൽ അവിടെ ഒരു ഇടപെടൽ ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ, സൈന്യം ആഗ്രഹിച്ചപ്പോൾ, ഇന്ത്യയുടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നയിക്കുന്ന ആ അഡ്മിനിസ്ട്രേഷൻ നിഷ്ക്രിയമായിരുന്നു. സൈന്യം എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് നൽകിയ തീരുമാനം എന്ന് ഞാൻ പറഞ്ഞതല്ല. ഒരുപക്ഷെ മോഹൻ വർഗീസ് സാറിന്റെ ശ്രദ്ധയിൽ ആ പുസ്തകം പെട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അതിന്റെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു മുൻ കരസേനയുടെ അധിപൻ ജനറൽ മുകുന്ദ് നരവനെ, MM നരവനെ, ജനറൽ നരവനെ എഴുതിയ പുസ്തകമാണ്. പുസ്തകം നിരോധിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം നടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞതെന്താണ്, ചൈനയുമായി അതിർത്തിയിൽ
ഗൽവാമിലും പാങ്കോങ് നദി ഭാഗത്തും നമ്മുടെ സന്തോഷ് മാധവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഒരു കേണൽ, ബീഹാർ റെജിമെന്റിന്റെ കേണൽ, അദ്ദേഹം ഉൾപ്പെടെ 20 സൈനികർ, ഒരു റെജിമെന്റിന്റെ കേണൽ ആണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു റെജിമെന്റ് തന്നെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് സൈനിക ഭാഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവുകൾ കാത്തിരുന്നു. ഒരു ഉത്തരവും ഞങ്ങൾക്ക് കിട്ടിയില്ല. സൈന്യം തന്നെ സ്വയം ആക്ട് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് ഒരു സൈന്യാധിപൻ, മുൻ സൈന്യാധിപൻ തന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വന്നത്, നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് നമ്മൾ വാതുവരാതെ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ചൈനയുമായിട്ടുള്ള ഉരസലിൽ അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ സംഘർഷത്തിൽ ഒരു തീരുമാനം പോലും എടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യ ഭരിച്ച ഭരണകൂടത്തിനും കഴിഞ്ഞില്ല എന്ന ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ പുറത്തു വരുന്നത് വർത്തമാനകാലത്തെ രാഷ്ട്രീയമാണ്. വർത്തമാന കാലഘട്ടത്തിലെ അതിർത്തി സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഇഷ്യൂസ് നിലനിൽക്കുന്നിടത്ത്, സംഘർഷങ്ങൾ നിലനിൽക്കുന്നിടത്ത് അതിനെ നയപരമായി, നയതന്ത്രപരമായി നേരിടുന്നതും പരിഹരിക്കുന്നതുമാണ് ഒരു പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ ഭരണാധികാരി അദ്ദേഹത്തിന്റെ കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി തെളിയിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുന്നു, യമനിൽ തടവിലാക്കപ്പെട്ട നിമിഷ പ്രിയ എന്നാണ് ആ കുട്ടിയുടെ പേരെന്ന് തോന്നുന്നു, ഒരു നേഴ്സ്. ഇപ്പോ നമ്മുടെ ഖത്തറിൽ നിന്ന് 8 പേരെ നമ്മൾ മോചിപ്പിച്ചു നയതന്ത്രത്തിന്റെ ഭാഗമായി. ഒരു മലയാളി, പാലക്കാടുകാരി, കേരളക്കാരി അവിടെ ജയിലിൽ കഴിയുക. കാരണം എന്തുമാകട്ടെ, അവർ നിരപരാധിയാണ് എന്ന് അവരുടെ മാതാപിതാക്കൾ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഖത്തറിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, പ്രധാനമന്ത്രിയുടെ ഇടപെടൽ എല്ലാ ഭാഗത്തും ഉണ്ടാകണം. ഇന്ത്യയിലെ പൗരന്മാർ എവിടെയൊക്കെയാണോ പ്രതിസന്ധികളിൽ പെട്ടിരിക്കുന്നത് അവിടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടാകണം. ഖത്തറിലെ ഇടപെടലിനെ ഞാൻ പിന്തുണയ്ക്കുന്നു, ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത്, ശീതയുദ്ധത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല ലോകമെന്ന്. ചേരിചേരാ നയത്തിൽ ഇന്ത്യക്ക് അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. ഞാൻ 2 കാര്യം രേണുക അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ്. ഉക്രൈന്റെ ഭരണാധികാരി ശ്രീ ലെവൻസ്കി, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രാജ്യവും റഷ്യയുമായി നടക്കുന്ന ആ യുദ്ധം അത് അവസാനിപ്പിക്കാൻ ഇടപെടാൻ കഴിയുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം ആകാംക്ഷയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും നോക്കിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശബ്ദം അവിടെ ഉണ്ടോ? ഉക്രൈനും റഷ്യയും ഒരുപക്ഷെ പുടിന്റെ നയപരമായ ഒരു തീരുമാനം അത് തെറ്റായ ഒരു തീരുമാനം. അവിടെ ഒരു സമാധാനത്തിന്റെ ശ്രമവുമായി മുൻകൈ എടുക്കാൻ കഴിയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 140 കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, ലോകത്തിലെ 1/6 ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ നയതന്ത്രം അങ്ങോട്ട് എത്തുന്നില്ല. ഗാസ മുനമ്പിൽ ഇപ്പോ എന്താ പറഞ്ഞ കാര്യത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിലും, പക്ഷേ ഇസ്രായേലിന്റെ കാര്യത്തിൽ യാതൊരു മടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മുൻ നിലപാടുകളിൽ ഞാൻ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് കൂടി വരികയാണ്. കഴിഞ്ഞ 100-120 ദിവസമായി എത്ര ഭീകരമായ യുദ്ധം അവിടെ നടക്കുന്നു. ഇപ്പൊ ഹമാസിന്റെ ആക്രമണവും അതിന്റെ പ്രത്യാക്രമണവും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. നമ്മളൊക്കെ പത്രത്തിൽ, ഞാൻ അത്തരം പത്രവാർത്ത വായിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയം നുറങ്ങുന്ന വാർത്തകൾ. 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് തന്റെ ബാക്കി കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഇപ്പൊ അവസാനം അതിന്റെയും മൃതശരീരം കാണുന്നു. ഈ വാർത്തകൾ വായിക്കാൻ നമ്മുടെ മനസ്സനുവദിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ തലക്കെട്ട് മാത്രമാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 3-4 മാസമായി ഇത്രയും വലിയൊരു രൂക്ഷ യുദ്ധം, ഇസ്രായേൽ യുദ്ധമാകട്ടെ, കടന്നാക്രമണമാകട്ടെ, എന്തുമാകട്ടെ, അവിടെ കൊല ചെയ്യപ്പെടുന്ന നിർദോഷികൾ, ആ നിർദോഷികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ ലോകത്ത് ഏറ്റവും ശക്തനായ ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണകൂടമാണ്. അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശബ്ദം ദുർബലമായി കാണുമ്പോൾ എന്നെ പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അത് തോന്നുന്ന ഒരു വികാരം എന്ന് പറയുന്നത് നിരാശയാണ്. അമ്പലം പണിയുന്നതോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭരണകൂടം അമ്പലത്തിന് അനുമതി കൊടുത്തോ അതിന്റെ ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നത് നല്ലത്. പ്രവാസികളെ അഭിവാദ്യം ചെയ്യുന്നതും അവരുടെ പ്രയത്നത്തെ ഒക്കെ ശ്ലാഘിക്കുന്നതും അവർക്ക് പുതിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ നല്ലത്. G20 പ്രകാരമുള്ള ഇടനാഴികൾ ഒക്കെ തുടങ്ങുന്നത് നല്ലത്. അങ്ങനെ തുടങ്ങുമ്പോഴും ഒരു ചേരിചേരാ രാഷ്ട്രത്തിന്റെ ഭാഗമായി അതിന്റെ പിന്തുടർച്ചയായിട്ട് നിൽക്കുന്ന ഇന്ത്യ, ഉക്രൈനിലെ കണ്ണീര് കാണാതെ പോകുന്ന നമ്മൾ, ഗാസയിലെ കണ്ണീര് കാണാതെ പോകുന്ന നമ്മൾ, ആ നയതന്ത്രം പാളിയില്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്ത് എന്ന് അറിയുവാനുള്ള താല്പര്യം അത് BJP-യുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് രേണുക പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ശരി, എന്തായാലും അതൊക്കെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയും തീരുമാനങ്ങളുടെയും ഭാഗമായി എടുക്കുന്ന നീക്കമാണ്. എന്തായാലും നമ്മുടെ ഒപ്പം BJP പ്രതിനിധികൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ
സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഫൊക്കാന പ്രതിനിധി ശ്രീ സജിമോൻ ആന്റണി, കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുകയും അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് സൂചന നൽകിക്കൊണ്ട് അവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലങ്ങളിൽ ഉള്ള രാഷ്ട്രീയ നേതാക്കളുടെ സന്ദർശനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നത് അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് 2 ദിവസത്തെ UAE സന്ദർശനം പ്രധാനമന്ത്രി നടത്തുന്നത്. അവിടെ ക്ഷേത്രം നാടിന് സമർപ്പിക്കുന്നു. ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടുന്നു. ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി അവിടെ ആവർത്തിക്കുകയാണ്. തിരിച്ചുവരവിന്റെ സൂചനയൊക്കെ നൽകുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യയുമായി ഗൾഫ് രാഷ്ട്രങ്ങളുമായൊക്കെ ഉള്ള ബന്ധം, അതിന്റെ ആഴം, എത്ര ഊഷ്മളതയുണ്ട് എന്നതൊക്കെ ഒരിക്കൽ കൂടി ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നതാണോ കരുതുന്നത്? എന്ത് തരത്തിലുള്ള വാർത്തകൾ, ചലനങ്ങളാണ് ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വരുത്തുന്നത്? രേണുക, തീർച്ചയായും പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ്, പശ്ചിമേഷ്യയുടെ വിസിറ്റ് ഒരു വിജയമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ അതിലും ഉപരി ഇതൊരു പുതുമയല്ല എന്നുള്ളൊരു വസ്തുതയും കൂടിയുമുണ്ട്. ഇന്ത്യയും UAEയുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയത് 1975 ആദ്യം തുടങ്ങുന്നത്. അത് 2003 പരമപാരണ്യത്തിൽ എത്തിയതെന്ന് പറയാം. പ്രത്യേകിച്ചും 80കളിലും 90കളിലുമുള്ള ആ ഗൾഫ് മുന്നേറ്റത്തും ഇന്ത്യയും ഒരു പാർട്ട്ണറായിരുന്നു. പ്രത്യേകിച്ചും മലയാളികൾക്ക് അതിലൊരു പ്രമുഖമായ ഒരു പങ്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കി കാണുമ്പം ഇതിനു മുമ്പ് ഒരു 2-3 ദശകങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ പൊളിറ്റിക്സും റിലീജിയനും ബിസിനസ്സും, ഈ 3 കാര്യങ്ങളും 2-3 സെപ്പറേറ്റ് ലൈനുകളായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരു ദശകങ്ങളായിട്ട് ലോകമാകമാനം, പ്രത്യേകിച്ച് ഇന്ത്യയിലും ഒരു പരിധിവരെ അമേരിക്കയിലും, റിലീജിയനും പൊളിറ്റിക്സും ഇക്കണോമിക്സും, അതായത് ബിസിനസ്സും കൂടെ നമ്മൾ കാണുന്നത്. അവിടെ സമർപ്പിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആ ചടങ്ങിൽ സംസാരിക്കുകയാണ്. അതിൽ माँ भारती के परम पुत्र और माँ भारती के परम पुजारी आदरणीय प्रधानमंत्री जी, आपने അബുദാബിയിലെ ഹിന്ദു ശിലാക്ഷേത്രമായ ബാബ്സ് മന്ദിരം ടെമ്പിൾ അത് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. അവിടെ ചടങ്ങിൽ പ്രധാനമന്ത്രി സംസാരിച്ചതാണ് കേട്ടത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമാണ് ക്ഷേത്രം എന്ന് അദ്ദേഹം പറയുന്നു. അത് പുതു ചരിത്രമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. UAE പ്രസിഡന്റിന് അദ്ദേഹം അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഒപ്പം നിന്നതിന്. ഒപ്പം ഇത് ഹാർമണിയുടെ, ഐക്യത്തിന്റെ പ്രതീകമാണ് എന്നതുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നമ്മൾ കണ്ടു. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ മറ്റുള്ളവരുടെയും ഒക്കെ അതൊരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റി എന്ന വിമർശനം ഉയരുന്നു. അയോധ്യ എപ്പോഴും വിഭജനത്തിന്റെയും വർഗീയതയുടെയും ഒക്കെ കാര്യമാണ് പറയുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് അതിന്റെ പ്രചരണം, അതിനെതിരായ പ്രചരണം, അല്ലെങ്കിൽ അതിനെതിരെ രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉയരുന്നത്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ അബുദാബിയിൽ അദ്ദേഹം ഒരു ക്ഷേത്രം അത് എങ്ങനെ ഹാർമണിയുടെ പ്രതീകമാകുന്നു, 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതീകമാകുന്നു എന്നതൊക്കെയാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തെ നമ്മൾ കാണേണ്ടത്? രേണുക, ധാരാളം അർത്ഥതലങ്ങളുള്ള ഒരു പ്രസംഗമാണ് ശ്രീ നരേന്ദ്രമോദി കാഴ്ചവെച്ചത്. അദ്ദേഹം, നമുക്ക് വേണമെങ്കിൽ ഭംഗ്യാന്തരേണ പറയാം, ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിനോ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനങ്ങൾക്കോ പ്രധാനമന്ത്രിക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ എന്താണ് കാര്യം എന്ന് വേണമെങ്കിൽ ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇവിടെ ശ്രീ നരേന്ദ്രമോദി തൻ്റെ കേൾവിക്കാരോടായി, ലോകത്തോടായി, ഇന്ത്യക്കാരോടായി, UAEക്കാരോടായി പറയുന്നത് പ്രധാനമായും ഒരു കൾച്ചറൽ അമിറ്റിയെക്കുറിച്ചാണ്. ഒരു ഷെയർഡ് ഹെറിറ്റേജിൻ്റെ കാര്യമാണ് അദ്ദേഹം പ്രസംഗത്തിൽ പൂർണ്ണമായി ഊന്നി നിന്നത്. അതായത് അറബി നാടുകൾക്കും ഭാരതത്തിനും ഈ ഷെയർഡായ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അത് ആ ട്രേഡിൽ തുടങ്ങിയതാണ്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെയാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു വന്നത്. അറബി നാടുകളും ഭാരതവുമായി, ഗുജറാത്തുമായും കേരളവുമായും എല്ലാം വളരെ ചരിത്രാതീത കാലം മുതൽ തന്നെ ട്രേഡ് ഉണ്ടായിരുന്നു. കപ്പലുകൾ ഉള്ള കാലം മുതൽ തന്നെ 2000 വർഷം മുൻപും അറബി കപ്പലുകൾ കേരള തീരത്തേക്ക് വന്നിരുന്നു. അതുപോലെ ഗുജറാത്ത് തീരത്തേക്ക് കരപറ്റി വന്നിരുന്നു അറബി കപ്പലുകൾ. അപ്പം അന്ന് മുതലുള്ള ആ ഒരു സാംസ്കാരിക കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് മറ്റൊരു തലത്തിലെത്തി നിൽക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലം
ആഘോഷിക്കുന്ന ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അത് ഒരു സ്റ്റെപ്പ് കൂടി മാറിയിരിക്കുന്നു. ആ രീതിയിൽ പറയുകയും പതിവ് പോലെയുള്ള പഞ്ച് സ്റ്റേറ്റ്മെൻറ്റിലൂടെയും മോദിയുടെ സ്വതസിദ്ധമായ രീതിയിലുള്ള പഞ്ച് ഡയലോഗുകളിലൂടെ സദസ്സിനെ വളരെ വലിയ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം സദസ്സിനെ നേരിട്ടത്. തീർച്ചയായും ശ്രീ സേനാപതി വേണു, ഇവിടെ ഇപ്പോൾ രാമൻ ടെമ്പിൾ ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം അബുദാബിയിൽ ക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷമുള്ള പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ അവസാനം അദ്ദേഹം എന്താ പറഞ്ഞേ, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സദിയോംസെ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യക്കാർ കാത്തിരുന്ന ഒരു പ്രക്രിയയെ നമ്മൾ അയോധ്യയിൽ പൂർത്തീകരിച്ചു എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം, അയോധ്യയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു പരാമർശം നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്. ഭഗവാൻ ശ്രീറാംസെ മാഫി മാങ്ങന ചാഹത്ത, ഞാൻ ശ്രീരാമ ഭഗവാനോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താ, അങ്ങയുടെ ഒരു മന്ദിരം ഇത്രയും അതിന്റെ നിർമ്മാണം ഇത്രയും വൈകിയതിന്, ത്രേതായുഗത്തിലെ ശ്രീരാമ ഭഗവാനോട് മന്ദിരം വൈകിയതിന്, ക്ഷേത്രം വൈകിയതിന് മാപ്പ് ചോദിക്കാൻ കേവലനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തെ വിനിയോഗിക്കുന്നത് ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മതത്തെ എങ്ങനെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്താം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. ആ ഉദാഹരണത്തിൽ പറയുമ്പോൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതിനെ തന്നെ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിമാരും ഇത്രയും കാലഘട്ടത്തിൽ ഭരിച്ച ഒരു പ്രധാനമന്ത്രിമാരും ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പോയിട്ടില്ല എന്നുള്ളതല്ല, അതിന്റെ മുഖ്യ കാർമ്മികനാകാനോ അതല്ല എങ്കിൽ അതിന്റെ ഉദ്ഘാടകനാകാനോ ഇതുവരെയും പോയ ഒരു ചരിത്രമില്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, മതേതരത്വം നിലനിൽക്കുന്ന രാഷ്ട്രത്തിന്റെ നമ്മുടെ പ്രസിഡന്റ് അതാണ് ഞാനിവിടെ ഓർമ്മിച്ചത്. ശരി, ശ്രീ സജിമോൻ ആന്റണി, എങ്ങനെ അമേരിക്കയിലെ പ്രവാസി സമൂഹം അദ്ദേഹത്തിന്റെ UAE വിസിറ്റിനെയൊക്കെ നോക്കിക്കാണുന്നു എന്നതാണ് താങ്കൾ വിശദീകരിച്ചു വന്നത്. ഇപ്പോൾ അവിടെ അബുദാബിയിൽ ഉണ്ടായിരിക്കുന്ന ക്ഷേത്രം, അതുപോലെ തന്നെ രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം എല്ലാം ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതാണ്, സ്നേഹമാണ് അതിന്റെ സന്ദേശം എന്നത് പ്രധാനമന്ത്രി പറയുന്നു. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ നോക്കിക്കാണുന്നത്, അദ്ദേഹത്തിന്റെ UAE സന്ദർശനത്തിന്റെ പ്രാധാന്യത്തെ കാണുന്നത്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ച ആ പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പം ഇന്ത്യൻ പൊളിറ്റിക്സ്, പ്രത്യേകിച്ചും ലോകമാകമാനമുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലിജിയൻ, ബിസിനസ്, അതോടൊപ്പം പൊളിറ്റിക്സ്, അതിന്റെ ഒരു കൾമിനേഷനാണ്. ഇത് മൂന്നും കൂടെ എങ്ങനെ മാസ്റ്ററി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈം മിനിസ്റ്റർ മോദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ സ്പീച്ച് നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. അതിനകത്തും ഇക്കണോമിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, അതോടൊപ്പം അദ്ദേഹം ഒരു പൂജാരിയെ പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു റിലീജിയസ് പ്രീച്ചറായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എല്ലാ പഞ്ച് ഡയലോഗുകളും ഉണ്ടായിരുന്നു. വസുദേവ കുടുംബം, ലോകം ഒരു കുടുംബമാണ്, വൺ എർത്ത് ആൻഡ് വൺ ഫാമിലി, ആ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. സബ്കെ സാത്ത് സബ്കാ വികാസ്, അങ്ങനെയുള്ള എല്ലാ പഞ്ച് ഡയലോഗുകളും അതിനകത്തുണ്ടായിരുന്നു. അതിലൊന്നും ഒരു തെറ്റ് പറയാനില്ല. അപ്പൊ എനിക്ക് ഇവിടുന്ന് നോക്കി കാണുമ്പോൾ പറയാനുള്ളത്, മുമ്പേ പറഞ്ഞു പോണക്ക് ഈ ഒരു പൊളിറ്റിക്സും റിലീജിയനും ആയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് ഒന്ന്. രണ്ടാമത്തേത് ഒന്നുകൊണ്ട് ക്ലാരിഫിക്കേഷൻ ആണ്. ഒന്ന്, 2003 ഇതിനു മുമ്പ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് സമയത്തായിരുന്നു ഡൽഹിയിലെ എനിക്ക് ശരിയാണെങ്കിൽ അക്ഷർധാമ ഇനോഗ്രേഷൻ ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു വ്യത്യാസം, ഇന്ന് പ്രൈം മിനിസ്റ്റർ മാത്രമാണ് ഒരു പ്രതിഭാസമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതെങ്കിൽ അന്ന് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഓപ്പോസിഷൻ ലീഡറും ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടൊപ്പം LK അദ്വാനി ഓപ്പോസിഷൻ ലീഡർ ഉണ്ടായിരുന്നു. എന്നാൽ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമും ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഉള്ളത്. വേറൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ഗൾഫ് മേഖല എന്ന് പറഞ്ഞാൽ മൊത്തത്തോടെ റിലീജിയസ് ഇൻടോളറൻസ് ഇല്ലാത്തൊരു ഏരിയ, അല്ലെങ്കിൽ അവിടെ മുസ്ലിം മതം മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയ എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നാൽ അതിനകത്തൊരു ക്ലാസിക്കൽ ഡിഫറൻസ് കൂടെ ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ പറയുമ്പം, ഗൾഫ് എന്ന് പറയുമ്പോൾ UAE വേഴ്സസ് സൗദി, അതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. UAE പ്രത്യേകിച്ചും ദുബായ്, അബുദാബി ഏരിയയിൽ എല്ലാ റിലീജിയസും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇത് ആദ്യമായിട്ടല്ല ഒരു അമ്പലം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് 1951 തോന്നുന്നു ആദ്യത്തെ അമ്പലം അവിടെ ഉണ്ടായിരുന്നത്. 3ഓളം അമ്പലം ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഏറ്റവും വലുതായിട്ടുള്ള ആ ഏരിയയിലുള്ള ഏറ്റവും വലുതായിട്ടുള്ള അമ്പലം ഇതാണ് എന്നുള്ളതിൽ വ്യത്യസ്ത തർക്കമില്ല. അതോടൊപ്പം
ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 45ഓളം പള്ളികൾ അവിടെ ഉണ്ട്, റിലീജിയസ് പ്രാക്ടീസ് ഇവിടെ നടക്കുന്നുണ്ട്, റിലീജിയസ് ടോളറൻസ് ഉണ്ട്. എന്നാൽ സൗദിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇതൊന്നുമില്ല. അവിടെ ഒള്ളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, അലോ ചെയ്തിരിക്കുന്നത് മുസ്ലിം മാത്രമാണ്. അങ്ങനെയുള്ള ചില വസ്തുതാപരമായ കാര്യങ്ങൾ ഈ ക്ഷേത്രം എന്നതുകൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഇനി അദ്ദേഹത്തിന്റെ സന്ദർശനം ഖത്തറിലേക്കാണ്. നമ്മുടെ നാവികരെ മോചിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടന്നതിന് ശേഷം നടത്തുന്ന സന്ദർശനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അമീറിന് ഖത്തർ അമീറിന് അദ്ദേഹം നന്ദി നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ് ഇന്ത്യ. എന്തായാലും ആ സന്ദർശനവും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ സേനാപതി വേണു, ഒപ്പം ശ്രീ സജിമോൻ ആന്റണി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചത്.